മലപ്പട്ടം അടൂർ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിൽ നിഴലിച്ചത് വികസനത്തിൽ രാഷ്ട്രീയം വേണ്ടെന്ന സന്ദേശം. ബഹിഷ്കരിക്കാനുള്ള തീരുമാനം മാറ്റി UDFും ചടങ്ങിൽ സജീവവുമായി. ഇരിക്കൂർ MLAയും ചടങ്ങിനെത്തി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം സജി ജോസഫ് MLA ഉയർത്തിയപ്പോൾ വികസനത്തിൽ രാഷ്ട്രീയം പാടില്ലെന്ന ഉറച്ച നിലപാടാണ് തനിക്കെന്ന് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച MV ഗോവിന്ദൻ MLA പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെയായുള്ള കാത്തിരിപ്പാണ് മലപ്പട്ടം അടൂർ നിവാസികളുടേത്. ഒരു പാലത്തിനായി അവർ ക്ഷമയോടെ കാത്തിരുന്നു. തൂക്കുപാലം കൊണ്ട് തൃപ്തിപ്പെടാൻ വിധിക്കപ്പെട്ട അവർ പോരാട്ടം തുടർന്നു. ജനകീയ ഇടപെടലുകൾ ഫലം കണ്ടപ്പോൾ അടൂർ പാലത്തിന് ഭരണാനുമതിയായി. 12 കോടി 15 ലക്ഷം രൂപ അനുവദിച്ചു. എന്നിട്ടും നിയമ പോരാട്ടം വരെ നടത്തേണ്ടി വന്നു. ടെൻഡറിൽ പങ്കെടുത്ത കരാറുകാരാണ് കോടതിയെ സമീപിച്ചത്. അങ്ങനെ വീണ്ടും 1.5 വർഷത്തോളം വൈകി. നിയമപോരാട്ടം വിജയം കണ്ടപ്പോൾ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിശ്ചയിച്ചു. അപ്പോൾ അവിടെ ചില കല്ലുകടികൾ രാഷ്ട്രീയത്തിന്റെ പേരിലായി. നാടിന്റെ സ്വപ്നമായ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എല്ലാവരും ചേർന്നാകണമെന്ന നിർദ്ദേശം ഒടുവിൽ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ തളിപ്പറമ്പ് ഇരിക്കൂർ MLAമാർ ഒന്നിച്ച് അടൂരിലെത്തി. പാലം യാഥാർത്ഥ്യമാക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികളും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി. LDF UDF സർക്കാരുകൾക്ക് അഭിവാദ്യവുമായാണ് UDFന്റെ പോസ്റ്റർ വന്നത്. നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗിന്റെയും ഫ്ലക്സ്. പാലം പ്രവൃത്തി ഉദ്ഘാടനം അങ്ങനെ രാഷ്ട്രീയം മറന്നുള്ള കൂടിച്ചേരലായി. ഇരിക്കൂർ MLA സജീവ് ജോസഫ് അധ്യക്ഷൻ, തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ ഉദ്ഘാടകൻ. അധ്യക്ഷനായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA LDF UDF സർക്കാരുകളിലെ മന്ത്രിമാരെ സ്മരിച്ചു. MV ഗോവിന്ദൻ, KC ജോസഫ്, ജെയിംസ് മാത്യു തുടങ്ങിയ മുൻ MLAമാരെയും പ്രശംസിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിശിത വിമർശനവും ഉയർത്തി. പ്രോട്ടോകോൾ ലംഘനമടക്കം നടത്തി ചിലർ ഇത്തരം കൂട്ടായ്മകളെ തുരങ്കം വെക്കുന്നതായി MLA ആരോപിച്ചു. ഇരു കരകളിലായി 2 പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നീങ്ങിയ ഒരു പദ്ധതി, ആ പദ്ധതി ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ നാം എല്ലാം ഏറ്റവും സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. ആ സന്തോഷത്തെ ചെറുതാക്കാനോ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു കാരണവശാലും പാടില്ല. പലപ്പോഴും നമ്മുടെ പൊതുമരാമത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, അതിൻ്റെ മേധാവികൾ അത്തരത്തിലൊരു ജാഗ്രത കാണിക്കുന്നതായി കാണുന്നില്ല. എവിടെ ഉദ്ഘാടനം നടന്നാലും ഇരിക്കൂറുമായി ബന്ധപ്പെട്ട പല ഉദ്ഘാടന പരിപാടികളിലും വിവാദങ്ങൾ കൊണ്ട് നിറയ്ക്കാനാണ് പൊതുമരാമത്ത് വിഭാഗത്തിലെ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും നമ്മുടെ നാടിന് ഭൂഷണമല്ല. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുമാണ് തന്റെ അഭിപ്രായമെന്നും MV ഗോവിന്ദൻ MLA പറഞ്ഞു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് തളിപ്പറമ്പിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പാക്കലുണ്ട്. അതെന്താ വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ജനപ്രതിനിധികളെയും പൂർണ്ണമായിട്ട് ചേർത്തുകൊണ്ടല്ലാതെ വിഭാഗീയമായ ഒരു നിലപാടും ഒരു വികസന പ്രവർത്തനത്തിലും നമ്മൾ എടുക്കാറില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ട് പാലത്തിൻ്റെ കാര്യവും പറഞ്ഞതാണ്. ഇപ്പോൾ ഈ അടൂർ പാലത്തിൻ്റെ കാര്യത്തിൽ പിന്നെ എന്തിനാണ് വേറെ വിഭാഗീയമായ കാര്യം തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് യോജിച്ച് പോകാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാം ചേർന്നുകൊണ്ട് യോജിച്ചുകൊണ്ട് എല്ലാതരം വികസന പ്രവർത്തനവും നടത്താൻ നമുക്ക് സാധിക്കണം. മുൻ മന്ത്രി ഡോക്ടർ MK മുനീറിനെ പുകഴ്ത്താനും MV ഗോവിന്ദൻ തയ്യാറായി. പാവന്നൂർ കടവ് പാലം, മുനമ്പ് പാലം എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ സഹായം മന്ത്രിയായിരുന്ന മുനീർ നൽകി. മയ്യിൽ ടൗൺ ഇന്നത്തെ നിലയിൽ വികസിച്ചതും MK മുനീറിന്റെ വലിയ സഹായം കൊണ്ടാണെന്ന് MV ഗോവിന്ദൻ. മുനീറോട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇപ്പോൾ മുനമ്പ് കടവ് പാലം ഏതാണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാലം, എനിക്ക് മണ്ഡലത്തിൽ വേണ്ടത് ഈ പാവന്നൂർ കടവ് പാലമാണ്. അങ്ങനെ പാവന്നൂർ കടവ് പാലം യഥാർത്ഥത്തിൽ വളരെ വേഗം, മുനമ്പ് കടവിന് എത്രയോ കൊല്ലം പണിയെടുത്തിട്ടാണ്. സത്യം പറഞ്ഞാൽ പാവന്നൂർ കടവിന് അത്രയൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുകയും അത് പാലം തറക്കല്ലിടുന്ന പണി യഥാർത്ഥത്തിൽ മുനീറിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. ഞാൻ MLA ആയിട്ട് 2 ആഴ്ച കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഇന്ന് കാണുന്ന മയിലിൻ്റെ ആ വിസ്തൃതമായ റോഡും അതിൻ്റെ ഇതുണ്ടല്ലോ, അതിന് നടുക്കേ കൂടിയുള്ള ഡിവൈഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത്
അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്ര ഒന്നും പറയാൻ സാധിക്കില്ലെങ്കിലും പരിമിതിയുള്ള ഇന്നത്തെ മയിൽ ടൗൺ രൂപപ്പെട്ടത്. 1 വർഷം കൊണ്ട് പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് കരാറുകാരായ ഊരാളുങ്കലിനോട് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ്, പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KK രത്നകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രമണി, PP മോഹനൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.